എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. കത്തോലിക്ക സഭയെയും യാക്കോബായ ഓർത്തഡോക്സ് സഭകളെയും അതോടൊപ്പം ഹിന്ദു സമൂഹത്തെയും തീർത്തും അവഹേളിച്ചുകൊണ്ടാണ് ഈ പാസ്റ്ററുടെ പ്രസംഗം. ഇത്തരത്തിലുള്ള പ്രസംഗം തുടർന്നാൽ എപ്പോൾ തല്ലുകിട്ടി എന്ന് ചോദിച്ചാൽ മതി. ഈ പ്രസംഗം കേട്ട പെന്തക്കോസ്തുകാർ പോലും ഇദ്ദേഹം ഇത്രയും മോശമായ രീതിയിൽ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു എന്ന് ചിന്തിച്ചു പോയി. വാസ്തവത്തിൽ ഈ പാസ്റ്ററേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഉത്തരവാദികൾ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചവരാണ്. ഇതുപോലെ പരിജ്ഞാനമില്ലാത്ത, വിവരമില്ലാത്ത സുവിശേഷകന്മാരെ വിളിച്ച് പ്രോഗ്രാം അവതരിപ്പിച്ചാൽ അടി പാഴ്സലായിട്ട് എപ്പോൾ കിട്ടി എന്ന് ചോദിച്ചാൽ മതി. നിങ്ങളിതൊന്ന് കേട്ടു നോക്കൂ. ഇത്രയും മോശമായി പ്രസംഗിക്കണമെങ്കിൽ ഇദ്ദേഹം എത്രമാത്രം പരിജ്ഞാനമില്ലാത്ത ഒരു വ്യക്തി ആയിരിക്കണം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ദേശത്ത് മൊത്തം ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു, ഈ ദേശത്ത് ഓർത്തഡോക്സുകാരും കത്തോലിക്കരും മർത്തോമാക്കാരേ ഉള്ളൂ എന്ന് ഈ ശബ്ദപരിധി കേൾക്കുന്നിടത്ത് അത്രേ ഉള്ളൂ എന്ന അറിവ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ളതാ എന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എന്തിനാ എന്തുവാ സ്നാനം? ആർക്കറിയാ സ്നാനം? ഇവ ആട്ടുകല്ലും ഉണ്ടാക്കി വെച്ചിട്ട് അതീ കുറച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചു വെച്ചിട്ട് എടാ പോലും പറയാൻ വയ്യാത്ത കൊച്ചിനെയും അല്ലെങ്കിൽ അവൻ ആട്ടുകല്ലും ഉണ്ടാക്കി വെച്ചിട്ട് അതീ തളിച്ച് മാമാ ജയിച്ച കേട്ട. യേശുവിന്റെ അമ്മയൊക്കെ വിശുദ്ധയാണ്. അവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഞങ്ങളാ. ഏറ്റവും കൂടുതൽ വൃത്തിയേടാക്കിയത് ഇവിടുത്തെ കത്തോലിക്കരും ഓർത്തഡോക്സുകാരോ യേശുവിന്റെ അമ്മയെ വൃത്തിയേടാക്കി കളഞ്ഞു. ഞങ്ങളാ അവരെ വിശുദ്ധയായിട്ട് അംഗീകരിക്കുന്നത്. ഞങ്ങളാ അവരെ ഫോളോ ചെയ്യുന്നത്, സ്തോത്രം ചെയ്യുന്നു. കാനാവിലെ കല്യാണം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ പെരുന്നാള് വേടി പടക്കം റാസ ഡുണ്ടുണ്ടോ പി ക്രിസ്മസ് മണ്ണാങ്കട്ട സകലതും നടത്തി എന്റെ ദേശത്ത് അന്ധവിശ്വാസത്തെ വളർത്തുവാൻ എന്നെ പോലെ പൈസ ആരും ചെലവാക്കിയിട്ടില്ല. നിന്റെ 3 കുർബാന മണ്ണാങ്കട്ട. ഞങ്ങളൊക്കെ ഒരുപാട് 3 കുർബാന പിന്നെ 7 കുർബാനയുണ്ട്. അത് നടത്താനായിട്ടിരുന്ന് ഞങ്ങളെ സ്വതന്ത്രം ചെയ്യുന്നു. എന്തേ ഈ വർഷം സ്വർഗത്തിൽ കയറ്റിയിട്ട് അടുത്ത വർഷം കയറിയില്ല? അത് പിന്നെ എന്തുവാ നീ കുർബാന നടത്തുന്നത്? ഡുണ്ടും ബിപിയും നാളുപോലെ കർത്താവിനെ കൊണ്ടുവന്ന് തെണ്ടി വാതിലിൽ മുട്ടി പൈസ മേടിക്കുന്ന ഇടപാടൊക്കെ നിർത്തിക്കോണം. ദുഃഖ വെള്ളിയാഴ്ച അയ്യൊക്കെ ആശാരി ഉണ്ടാക്കിയ കുരിശം വെച്ചിട്ട് അല്ലെ തലയെടുത്ത് ഓലക്കാലം കൊണ്ട് അയ്യൊക്കെ എടാ നിന്റെ അമ്പരയുമ്പിയാൽ ഉണ്ടാക്കിയ കൊത്തുപണിയും മിനുക്കുപണിയും അല്ലെങ്കിൽ ആശാരി ഉണ്ടാക്കി തട്ട ഉണ്ടാക്കിയ യേശുവിന്റെ രൂപവും മറിയത്തിന്റെ രൂപവും മണ്ണാങ്കട്ടയും വിഗ്രഹവും ഒക്കെ എടുത്ത് അടിച്ചെടുത്ത് അയ്യത്താണ്. 8 കോടിയുടെ പള്ളി, 10 കോടി അല്ലെങ്കിൽ 10 കോടിയുടെ പള്ളി, 30 കോടിയുടെ അമ്പലം, 30 കോടിയുടെ മോസ്ക്. ഇപ്പൊ അയോധ്യ എത്ര മാസേ 100 കോടിയുടെ മണ്ണാങ്കട്ട. എത്ര? 200 കോടിയുടെ മണ്ണാങ്കട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരാന്നറിയാം? ഇസ്രായേലിന്റെ മത ഉപദേഷ്ടാവ് എന്ന് വെച്ചാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പോപ്പ്. അവനെ പോലെ ഇനി ഒരുത്തൻ ജനിക്കാൻ പോകുന്നില്ലെന്നും അവൻ രാത്രിയിൽ യേശു എന്ന് പറയാ ആമേൻ ആമേൻ. യേശുവോട് പറഞ്ഞേ അവനോട് പറയാ. യേശു പറയാ ആമേൻ. ഇവിടുത്തെ അച്ഛന്മാര് തിരുമേനിമാര് പോപ്പ് നിന്നോട് പറയുന്നു ആമേൻ ആമേൻ. നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കാണാൻ നിനക്ക് കണി കാണാൻ പറ്റും. അത് കേട്ടപ്പോ ഏറ്റവും വലിയ വൃത്തിയോടല്ലേ പറഞ്ഞു. ഇതുപോലൊരു വൃത്തിയോട്ടവൻ ലോകത്തുണ്ടോ? ഇടാ ഇപ്പോഴാണെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ വെച്ചാൽ ചെബുക്കന്നെ നോക്കി അടിക്കത്തില്ല. അവൻ എന്തോ വൃത്തിയോടാ പറഞ്ഞേ. അവൻ അമ്മയുടെ പേര് പറഞ്ഞിട്ടോ എന്തൊരു ചീത്തയാ പറഞ്ഞവൻ. വല്ല വിവരമുണ്ടോ? ഈ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ. ഇതിനൊക്കെ എന്താണ് പറയാൻ? ഈ പ്രസംഗം കേൾക്കുമ്പം ഒരു സാധാരണക്കാരൻ വിചാരിക്കും ഈ പെന്തക്കോസ്ത് സമൂഹം എന്ന് പറയുന്നത് ഒരു അലവലാദികളുടെ കൂട്ടമാണോ എന്ന് ചിന്തിക്കും. വാസ്തവത്തിൽ പെന്തക്കോസ്ത് ഒരലവലാദികളുടെ സമൂഹമാണോ?
ഇതുപോലെയുള്ള പ്രസംഗം കേട്ടാൽ സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇതുപോലെ പരിജ്ഞാനമില്ലാത്ത, ഒരു വിവരമില്ലാത്ത മനുഷ്യൻ ഈ ലോകത്തിലുണ്ടാവും? ഇത് വാസ്തവത്തിൽ ഈ പ്രോഗ്രാമിന് ഇദ്ദേഹത്തെ വിളിച്ചവരെയാണ് പിടിച്ചകത്തിടേണ്ടത്. ഇത് എത്ര വലിയ മതവിദ്വേഷമാണ് ഇദ്ദേഹം പ്രചരിപ്പിച്ചതെന്നറിയോ? എത്ര വലിയ മതനിന്ദയാണ് ഇദ്ദേഹം ചെയ്തതെന്നറിയോ? കാരണം ഈ ചില നാളുകൾക്ക് മുമ്പ് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന രാജ്യസഭ MP ഒരു പെന്തക്കോസുകാരെ കുറിച്ചൊരു കമൻറ്റ് പറഞ്ഞു. അത് വലിയ വിവാദമായി. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. അതോടൊപ്പം ക്രിസ്ത്യൻ ഐക്യവേദിയുടെ കുര്യാക്കോസ് M കുടക്കച്ചിറ ഈ ലൈവിൽ വന്ന് പ്രതികരിച്ചതാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പെന്തക്കോസുകാരനെ എത്ര തറയായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ വിവരമില്ലാത്ത ആളുകളാണ് ഈ പെന്തക്കോസ്ത് സമൂഹത്തെ ഇത്രമാത്രം നശിപ്പിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് കത്തോലിക്ക സഭയെ, യാക്കോബായ സഭയെ, ഓർത്തഡോക്സ് സഭയെ, മാർത്തോമ സഭയെ ഇതിനെല്ലാം വിമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് വിമർശിക്കുന്നതിനും ഒരു രീതിയുണ്ട്, അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ന്യായമായിട്ട് പറഞ്ഞാൽ ഈ പുള്ളിക്കൊക്കെ എതിരെ കേസെടുത്ത് ഇങ്ങനെയൊക്കെ അകത്താക്കണമെന്നുള്ളതാണ്. എനിക്ക് പിന്നെയും ഇതിനകത്ത് മനസ്സിലാകാത്തത്, അവിടെ ആ സ്റ്റേജിലും പരിസരത്തുമൊക്കെ ഇരിക്കുന്ന കുറേ പാസ്റ്റർമാരുണ്ട്. എന്നാൽ ഈ കൂട്ടത്തിൽ ഒറ്റ ഒരുത്തൻ എഴുന്നേറ്റൊന്നും പറയുന്നില്ല, എടാ സഹോദര ഇങ്ങനെ പ്രസംഗിക്കരുത്, ഇത് മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നിന്ദിക്കുന്നത്, അവഹേളിക്കുന്നതാണ് എന്ന് പറയാനുള്ള ഗട്ട്സ് ഉള്ള ഒറ്റ ഒരുത്തനും ആ സ്റ്റേജിലില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രചാരം നേടിയിരിക്കുകയാണ്. കാരണം പല ഗ്രൂപ്പുകൾ എടുത്തിട്ടേക്കാണ്. ഇതിൻ്റെ അകത്ത് ഇദ്ദേഹം ഹൈന്ദവ സമൂഹത്തെ ആക്ഷേപിക്കുന്നത് അയോധ്യയിലെ ക്ഷേത്രം പണിതവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ബീഹാറിലോ ഇതുപോലുള്ള സംസ്ഥാനത്തിൽ വന്നാൽ ഇങ്ങനൊരു വാക്ക് പറയുന്നെങ്കിൽ ഈ പുള്ളിയുടെ കയ്യും കാലും കാണുകയില്ലായിരുന്നു. കേരളത്തിൽ എന്താണ് ഇതുവരെ ഹൈന്ദവ സമൂഹം ഇത് കേട്ടില്ല എന്ന് തോന്നുന്നു. കേട്ടെങ്കിൽ അവർ പ്രതികരിച്ചേനായിരുന്നു. ഇങ്ങനെയുള്ളവരോട് പ്രതികരിക്കണ്ടേ? അദ്ദേഹം ചോദിച്ച 200 കോടി രൂപയ്ക്ക് എന്ത് മണ്ണാങ്കട്ടയെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇനി ഇതിൻ്റെ അകത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട്, ആർക്കും ഒരക്ഷരാഭ്യാസവും വേണ്ട. പെന്തക്കോസ്ത് സഭയിൽ പാസ്റ്ററാകാൻ ഒരുത്തനും ഒരക്ഷരാഭ്യാസവും വേണ്ട. അവന് ബൈബിൾ എടുത്ത് കക്ഷത്ത് വെച്ച് മീശയും പഠിച്ച് കളഞ്ഞ് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം മതി. ഒരു കത്തോലിക്ക സഭയിൽ അച്ഛനാകണമെങ്കിൽ 14 വർഷം പഠിക്കണം. ഓർത്തഡോക്സ് യാക്കോബായ സഭകളിലൊക്കെയും അതുപോലെ തന്നെ അതിന് തത്തുല്യമായി തന്നെ ഏറ്റവും കുറഞ്ഞ BD എങ്കിലും പാസ്സാകണം. ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു 4 വർഷമാണ്. ഏറ്റവും കുറഞ്ഞൊരു 4-5 വർഷമെങ്കിലും ബൈബിൾ കോളേജിൽ പോയി പഠിച്ചെങ്കിൽ മാത്രമേ ഒരു വൈദികനാക്കിയുള്ളൂ. അപ്പോൾ 4-5 വർഷം പഠിക്കുമ്പോൾ തന്നെ മനുഷ്യന് കുറച്ച് പക്വതയും വിവരവും വെളിവും ഒക്കെ വെക്കും. എങ്ങനെയാണ് മനുഷ്യന് വിവരം വെക്കുന്നത്? വിദ്യാഭ്യാസം അവന് വേണം, നല്ല മനുഷ്യരെ കാണും. വിദ്യാഭ്യാസമുണ്ട് എന്നോർത്തുകൊണ്ട് വിവരമുണ്ടാകണം നിർബന്ധമുണ്ടോ? കാരണം അവൻ നല്ല ആളുകളെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല ആളുകളുമായി ഇടപഴകുന്നില്ലെങ്കിൽ അവൻ ഒരിക്കൽ പോലും അവന് വിവരം വെക്കുകയില്ല. സംഗതി പിടികിട്ടിയോ? അപ്പോൾ ഇതെല്ലാം കേട്ടിട്ടും ഈ കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ്, മാർത്തോമാ സഭകൾ പോലുള്ള സഭകൾ വളരെ സഹിഷ്ണുതയോടുകൂടിയാണ് ഇത് കേൾക്കുന്നത്. അതേസമയം പെന്തക്കോസുകാരനെതിരെയാണ് ഒരു കത്തോലിക്ക അച്ഛനോ മറ്റാരെങ്കിലും ഇതേ പറഞ്ഞെങ്കിൽ ഇപ്പോൾ വടിയും കുടയും പ്രശ്നമായിട്ട് റോട്ടിലിറങ്ങി സമരവും ജാഥയും സിന്ദാബാദും ആയനായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത് പരിജ്ഞാനമില്ലായ്മയാണ്. ഈ കണ്ട അവനെ ഇവനെ എല്ലാം പിടിച്ച് ഈ പാസ്റ്റർമാരാക്കരുത്. ഇവരിങ്ങനെയുള്ളവർക്കൊന്നും ഈ സ്റ്റേജ് കൊടുക്കരുത്. കാരണം ഇതൊക്കെ വലിയ അപമാനത്തിന് കാരണമാണ്. അവിടെ ആ നാട്ടിലെങ്ങും നല്ല ചെറുപ്പക്കാരില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വന്ന് കൂട്ടയടി നടത്തിയാനായിരുന്നു. തല്ല് കൊള്ളുമ്പോൾ നിങ്ങളും കൊള്ളും. ഈ പ്രോഗ്രാം നടത്തിയവനൊക്കെ ഇത്രയ്ക്ക് വിവരമില്ലാത്തവരാണോ ഈ പ്രോഗ്രാമൊക്കെ നടത്തുന്നത്? എന്തെങ്കിലും ഒരു സാമാന്യ കോമൺ സെൻസ് ഉണ്ടോ ഈ പ്രോഗ്രാം നടത്തിയവനും? ശരിക്കും പറഞ്ഞാൽ ഈ പാസ്റ്ററെ അല്ല വിമർശിക്കേണ്ടത്, ഈ പ്രോഗ്രാം നടത്തിയവനാണ് പിടിക്കേണ്ടത്. ഇവനക്ക് എന്ത് വിവരമില്ലാത്തവന്മാരാണ് ഇവന്മാർക്കൊക്കെ. ഇവന്മാർക്ക് ശരിക്കും പറഞ്ഞ ഒരു മൂള വേണ്ടേ ഇത്തരം പരിപാടികളൊക്കെ നടത്തുമ്പോൾ? അപ്പോൾ എന്ത് അവഹേളനമാണ് പറഞ്ഞിരിക്കുന്നത്.
നിങ്ങളിത് കേട്ടിട്ട് കേൾക്കുന്ന ഒരു പെന്തക്കോസുകാരല്ല ഇതുപോലെയാണെന്ന് ചിന്തിക്കരുത്. ഇങ്ങേർക്ക് വെളിവില്ല എന്നോർത്തുകൊണ്ട് പെന്തക്കോസുകാരുടെ പ്രസംഗമോ അവരുടെ പ്രാർത്ഥനയോ പാട്ടോ ഒന്നും ഈ രീതിയിലല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ ക്രിസ്മസ് ആഘോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും യേശുവിനെ ജനിപ്പിക്കുന്നു, യേശുവിനെ മരിപ്പിക്കുന്നു. ഇതിപ്പോൾ എല്ലാ പെന്തക്കോസുകാരനും തുടങ്ങി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ആഘോഷിച്ചത് കത്തോലിക്കരോ യാക്കോക്കാരല്ല, പെന്തക്കോസ്തുകാരാ. അത് കാണണമെങ്കിൽ പഞ്ചാബിലേക്ക് ചെല്ലണം, ഡൽഹിയിലേക്ക് ചെല്ലണം, രാജസ്ഥാനിലേക്ക് ചെല്ലണം, ഉത്തർപ്രദേശിലേക്ക് വരണം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ രാജസ്ഥാനിൽ പെന്തക്കോസുകാർ നടത്തിയ വലിയ ഒരു ക്രിസ്മസ് ആഘോഷം, ഏതാണ്ട് ഒരു 10,000 പേര് പങ്കെടുത്ത ഒരു ക്രിസ്മസ് പ്രോഗ്രാമിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പഞ്ചാബിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ പെന്തക്കോസ്തുകാരാണ്. അവരുടെ ഒരു ക്രിസ്മസ് പ്രോഗ്രാം 10,000 ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പെന്തക്കോസുകാർ ഇത് പറഞ്ഞു വരുത്തുന്നത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ആഘോഷം നടത്തിയേക്കുന്നത് പെന്തക്കോസുകാരാണ്. കാരണം അവർ റോട്ടിലും വഴിയിലും വഴിവക്കിലെല്ലാം സാന്താക്ലോസിൻ്റെ തൊപ്പിയും ഒക്കെ വെച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പിന്നെ മനസ്സിലാക്കി ഈ സാന്താക്ലോസിൻ്റെ തൊപ്പിയും സാധനമൊക്കെ വെച്ച് പെന്തക്കോസുകാർ ഇറങ്ങിയിരിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? അത് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. ക്രിസ്മസ് ആഘോഷം യേശുവിൻ്റെ ജന്മദിനം, ഈ സാന്താക്ലോസിൻ്റെ തൊപ്പിയും താടിയും മുടിയും എല്ലാം വെച്ച് ചാടുന്നത് എന്തിനാ? അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാൽ കേരളത്തിലെ മിക്ക പെന്തക്കോസ്റ്റൽ സഭകളിലും ഈ ക്രിസ്മസ് ദിനത്തിൽ പ്രാർത്ഥനകൾ നടന്നു, അല്ലെങ്കിൽ കവലപ്രസംഗങ്ങൾ നടന്നു. സംഗതി പിടികിട്ടിയോ? അപ്പം ഇതിങ്ങനെ ഓരോ ദിവസവും ചെല്ലുന്തോറും ഈ യാക്കോബായ ഓർത്തഡോക്സ് മാർത്തോമാ സഭയിലുള്ള നിയമങ്ങളെല്ലാം ഇതിൻ്റെ അകത്തും കയറി കൂടിക്കൊണ്ടിരിക്കുക. ഇനി ഒരു പെന്തക്കോസുകാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയാൻ യാതൊരുവിധ അർഹതയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, മനുഷ്യന് വിവരം വേണം. വിവരമില്ലാത്തവനെ ഇങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് ഏർപ്പെടുത്തരുത്. അതുമാത്രമല്ല, നമ്മൾ വേദവസം പഠിക്കുന്ന വിഗ്രഹാരാധന തെറ്റാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഏതെങ്കിലും അമ്പലത്തിന് മുന്നേ പോയി നിന്ന് വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ അടി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതുപോലെ പല കാര്യങ്ങളും നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ഉത്തമ ബോധ്യമുള്ളപ്പോൾ തന്നെ അത് നമ്മുടെ സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെയാണ് അത് പലപ്പോഴും ചെയ്യേണ്ടത്. ഇതൊരു ഓപ്പൺ സ്റ്റേജിൽ മൈക്ക് കെട്ടിവെച്ചിട്ട് അദ്ദേഹം ആദ്യം പറയുകയാണ്, ഇവിടെ മുഴുവൻ കത്തോലിക്കരും യാക്കോക്കാരും ഓർത്തഡോക്സുകാരും. ഇങ്ങനെ പ്രസംഗിച്ചാൽ ഏതവനെങ്കിലും മാനസാന്തരപ്പെടുമോ? ഈ മനുഷ്യരുടെ വിചാരം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസംഗം കൊണ്ട്, എൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ട്, ഞാൻ പറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഇത് വെച്ച എൻ്റെ കഴിവ് കൊണ്ടാണ് ഒരുത്തം മാനസാന്തരപ്പെടുന്നതെന്നാണ് ഓരോ മനുഷ്യരുടെ വിചാരം. അതുകൊണ്ട് അങ്ങ് കത്തിച്ച് വിടുക. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താ? മറ്റുള്ളവർക്കാണ് ഇതിൻ്റെ ദോഷം. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം ഇടുക്കി ജില്ലയിലെ അണക്കരയിൽ നിന്നുകൊണ്ട് ഒരു പ്രസംഗം പ്രസംഗിച്ചു. അത് ഹിന്ദു സമൂഹത്തിനെതിരെയാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൽ പിന്നീട് ആ ഇടുക്കി ജില്ലയിൽ ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ കയറി, കട്ടപ്പനയിൽ ഹിന്ദുവിൻ്റെ വീട്ടിൽ കയറി ഒരാൾക്ക് സുവിശേഷം പറയാൻ പോയപ്പോൾ അവന്മാരെ അവിടെ നിന്ന് ഓടിച്ചു. മേലേൽ ഈ വീട്ടിൽ കയറിയേക്കാരെന്ന് പറഞ്ഞു, ഞങ്ങളുടെ നാരായണ ഗുരുസ്വാമീനെ ഞങ്ങളുടെ മറ്റു പലരെയും ചീത്തയും പറഞ്ഞ് തെറിയും പറഞ്ഞ് നീയൊക്കെ റോട്ടിൽ നിന്ന് പ്രസംഗിക്കും, എന്നിട്ട് ഇതും പറയാൻ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വരും എന്ന് പറഞ്ഞു. ഒന്നാലോചിച്ച് നോക്കിയാൽ. അപ്പോൾ പരിജ്ഞാനമില്ലായ്മയാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പം എത്ര ബോറൻ പ്രസംഗവും എത്ര വർഗീയ വിദ്വേഷം പരത്തുന്നതും മായിട്ടുള്ള ഒരു പ്രസംഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രസംഗം ആത്മാവിൽ നിന്നുള്ള പ്രസംഗമാണോ? അല്ല. വാസ്തവത്തിൽ ഈ പാസ്റ്ററെ പിശാച് നല്ലവണ്ണം ഉപയോഗിച്ചാണ്. സാത്താൻ്റെ പ്രസംഗമാണ് പുള്ളി പ്രസംഗിച്ചത്. ഇതിൽ ദൈവീകമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നല്ല, അവിടെ കേട്ടോണ്ടിരുന്നവരെക്കുറിച്ച് എന്താ പറയുക? ഒരൊറ്റൊരുത്തിന് ഒരു ചങ്കൂറ്റം ഉണ്ടായില്ല. എടവേ താൻ നിർത്തി ഈ പരിപാടി. ഞാൻ ആ പ്രസംഗം കേട്ട് ഞാൻ ആ സ്റ്റേജിലുണ്ട്. ഞാൻ പറഞ്ഞു, എടവേ താൻ ഈ പരിപാടി നിർത്ത്. ഈ സൈസ് അലബലാദിത്തരം പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഇത്രയും പന്തലും സ്റ്റേജും എല്ലാം കൂടെ അലങ്കരിച്ച് വെച്ചിട്ട് തന്നെയൊക്കെ വിളിച്ചത്. തനിക്കൊക്കെ ക്രിസ്തുവിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടെങ്കിൽ, സുവിശേഷം പ്രസംഗിക്കാനുണ്ടെങ്കിൽ പ്രസംഗിക്കുക. മറ്റുള്ള മതത്തെക്കുറിച്ചോ മറ്റുള്ള സഭയെക്കുറിച്ച് പ്രസംഗിക്കാതെ എന്നും പറഞ്ഞ് ഇവനെയൊക്കെ പെടലിക്ക് പിടിച്ച് തത്തിച്ചിറക്കി വിടണം. ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ പെടലിക്ക് പിടിച്ച ഒറ്റ വിടില വെച്ച് കൊടുക്കണ്ട ഇതുപോലെയുള്ളവന്മാരെ. ഇതുപോലെയുള്ള ഈ നാണം കെട്ടവന്മാരാണ് നമ്മുടെ ഈ സമൂഹത്തിനൊരു ശാപം.
ഇത്തരക്കാരെ ഒന്നും ഒരിക്കലും നമ്മൾ ഒരു സ്റ്റേജും കൊടുത്ത് ഒരു പ്രോഗ്രാമിന് വിളിക്കരുത്. ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ഉള്ളതും കൂടെ ഇല്ലാതായി തീരും. വെറുതെ മനുഷ്യൻ്റെ വൈരാഗ്യവും വിദ്വേഷവും വലിച്ചു വെച്ചിട്ട് തല്ലുകൊണ്ടിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിൻ്റെയൊക്കെ കേട്, അവിടെ പ്രസംഗിക്കുന്നതിൻ്റെ കേട് വേറെയുള്ള സ്ഥലത്തിലുള്ള ആളുകൾക്കാണ് കിട്ടുന്നത്. നിങ്ങൾ സ്വയമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് എത്ര കത്തോലിക്കരുടെ ഗ്രൂപ്പുകൾ ഇത് ഷെയറായി, എത്ര യാക്കോക്കാരുടെ ഗ്രൂപ്പിൽ ഷെയറായി, ആ മാർത്തോമാക്കാരുടെ ഗ്രൂപ്പിൽ ഷെയറായി. എനിക്ക് തന്നെ അയച്ചു തന്നത് യാക്കോബ സഭയിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ചോദ്യം ഇടാം, ഇതുപോലുള്ള അലവലാദികളാണോ നിങ്ങളുടെ പാസ്റ്റർമാർ? ഇത്രയ്ക്ക് ഫോഷന്മാരാണോ? ഇത്രയ്ക്ക് വിവരമില്ലാത്ത? കാരണം എന്നോട് ചോദിച്ചത് പറയാൻ കൊള്ളില്ല, ഇതുപോലെയുള്ള മരക്കഴുതകളാണോ നിങ്ങളുടെ പാസ്റ്റർമാർ എന്നൊരാൾ ചോദിക്കുകയാണ്. ഇത്രയ്ക്ക് വിവരമില്ലാത്ത പോഷന്മാർ. എന്തായാലും ഇത് എവിടെ നടന്ന പ്രോഗ്രാമാണെന്ന് കണ്ടുപിടിച്ച് ഇവർക്കൊക്കെ എതിരെ നിയമ നടപടി സ്വീകരിക്കണം, വേഗം പിടിച്ച് അകത്താക്കണം. അതാ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഇത്രയ്ക്ക് വൃത്തികെട്ട പരിപാടി. ആ പ്രോഗ്രാം നടത്തിയ കൺവീനർ, പാസ്റ്റർ ഉൾപ്പെടെ ഉള്ളവനെ പിടിച്ച് അകത്താക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മറ്റു മതങ്ങളെ ദൂഷിക്കുകയും വിദ്വേഷ പ്രസംഗം നടത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഇവനൊക്കെ എന്ത് സുവിശേഷം പറയാനുള്ള യോഗ്യതയുണ്ട്? എന്തെങ്കിലും ഒരു സാമാന്യ കോമൺ സെൻസോ സാമാന്യ വിവരമുണ്ടോ ഇവനൊക്കെ? ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ പാസ്റ്റർമാരായിട്ട് ചോന്നുകൊണ്ട് നടക്കുന്നത്. എന്തൊരു ഗതികെട്ട അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഇത്തരക്കാർക്കൊന്നും അവസരങ്ങൾ കൊടുക്കരുത്. ഇത്തരക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിന് ഒരു അപമാനമാണ്, നാണക്കേടാണ്. ഇങ്ങനെയുള്ളവർക്കൊന്നും ഒരു സ്റ്റേജ് കൊടുക്കുക എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ളവരെ ഒരു പരിസരത്ത് പോലും അടുപ്പിക്കരുത്.